8ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ യൂണിറ്റ് 10 ലോക ഭൂപടത്തിൽ യൂറോപ്പ്. നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ യൂറോപ്പ് എന്ന് പറയുന്ന കൃതി എഴുതിയത് എസ്.കെ. പൊറ്റക്കാട് ആണ്. ഇനി നമ്മൾ യൂറോപ്പിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നോക്കുകയാണ്. വലുപ്പത്തിൻ്റെ സ്ഥാനത്തിൽ 6ാം സ്ഥാനമാണ് യൂറോപ്പിന് ഉള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. യൂറോപ്പിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ലോക വിസ്തൃതിയുടെ 7% മാത്രമാണ്. യൂറോപ്പിൻ്റെ സ്ഥാനം: യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രവും പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രവും തെക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലും സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിരയും കരിങ്കടലും കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അതുപോലെ ഉക്രൈൻ, ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ എന്നിവയാണ് വലുപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഭൂമിശാസ്ത്ര സവിശേഷതകൾ: വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് യൂറോപ്പിൻ്റേത്. യൂറോപ്പിൻ്റെ ഭൂപ്രകൃതിയെ തരംതിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. വടക്ക് കിഴക്കൻ കുന്നുകൾ, മധ്യ ഉന്നത തടങ്ങൾ, ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, ആൽപൈൻ പർവ്വതനിരകൾ. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ: യൂറോപ്പിൻ്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത. അതുപോലെ സ്കാൻഡിനേവിയൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ഫിയോഡുകളും ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. എന്താണ് ഫിയോഡ് എന്നുള്ളത് നോക്കാം. ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന താഴ്വരകളാണ് യു രൂപ താഴ്വരകൾ. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്ര തീരങ്ങളിൽ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകൾ. ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ: ഉത്തര യൂറോപ്യൻ സമതലം രൂപപ്പെട്ടത് ഹിമാനി നിക്ഷേപങ്ങളുടെയും യൂറോപ്പിലെ പ്രധാന നദികളായ വോൾഗ, ഡോൺ, നെയ്പ്പർ എന്നിവയുടെ എക്കൽ നിക്ഷേപങ്ങളുടെ ഫലമായിട്ടാണ്. വോൾഗ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഉത്തര യൂറോപ്യൻ സമതലത്തിൽ വ്യാപകമായി കാണുന്ന പുൽമേടാണ് സ്റ്റെപ്പീസ്. മധ്യ ഉന്നത തടങ്ങൾ: ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്ക് ഭാഗത്തായി മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ചെറിയ കുന്നുകളും താഴ്വരകളും പീഠഭൂമികളും നിറഞ്ഞ ഈ ഭൂപ്രദേശം പടിഞ്ഞാറ് അയർലൻഡ് മുതൽ കിഴക്ക് റഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്നു. റൈൻ, റോൺ എന്നീ നദികളാണ് ഈ പ്രദേശത്തെ ജലസമ്പുഷ്ടമാക്കുന്നത്. മധ്യ ഉന്നത തടത്തിലെ പ്രധാന ഭൂരൂപങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. റൈൻ താഴ്വര, വോസ്ഗസ് പർവ്വതങ്ങൾ, ജൂറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി ഫ്രാൻസ്, ആർഡനീസ് പർവ്വതങ്ങൾ ബെൽജിയം, ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ, ഹാർസ് പർവ്വതങ്ങൾ ജർമ്മനി, മസേറ്റ പീഠഭൂമി സ്പെയിൻ, ബൊഹീമിയൻ പീഠഭൂമി ചെക്ക് റിപ്പബ്ലിക്. ആൽപൈൻ പർവ്വതനിരകൾ: മധ്യ ഉന്നത തടത്തിന് തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോടുകൂടിയ മടക്ക് പർവ്വതങ്ങളാണ് ആൽപൈൻ പർവ്വതങ്ങൾ. പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം മുതൽ കിഴക്ക് കാസ്പിയൻ കടൽ വരെ ഈ പർവ്വത നിരകൾ നീണ്ടുകിടക്കുന്നു. ആൽപ്സ്, കോക്കസസ്, കാർപാത്യൻ എന്നിവയാണ് പ്രധാന ആൽപൈൻ പർവ്വതനിരകൾ. കോക്കസസ് പർവ്വതനിരയിലെ മൗണ്ട് എൽബ്രസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കാലാവസ്ഥയും നൈസർഗിക സസ്യ ജന്തുജാലങ്ങളും: മിതമായ വേനൽക്കാലവും താരതമ്യേന കഠിനമായ ശൈത്യകാലവുമാണ് യൂറോപ്പിന്റെ പൊതുവായ കാലാവസ്ഥ. ഉയർന്ന അക്ഷാംശ സ്ഥാനം, പർവ്വതങ്ങളുടെ സ്വാധീനം എന്നിവ വടക്കും കിഴക്കും ഭാഗങ്ങളിൽ വരണ്ട ശൈത്യ കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നു. ലോകത്ത് മരുഭൂമിയില്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഉഷ്ണ മരുഭൂമിയും ശീത മരുഭൂമിയും: 25 സെന്റിമീറ്ററിൽ മുകളിൽ വാർഷിക മഴ ലഭിക്കാത്ത ഏതൊരു പ്രദേശത്തെയും മരുഭൂമിയായി കണക്കാക്കുന്നു. വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്കയും ഒരു മരുഭൂമിയാണ്. അന്റാർട്ടിക്കയെ ശീത മരുഭൂമിയായാണ് പരിഗണിക്കുന്നത്. കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ: യൂറോപ്പിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ കഠിനമായ വേനലും അതിശൈത്യവും അനുഭവപ്പെടുന്നു. ഈ കാലാവസ്ഥയെ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നു. വിരളമായ മഴയും കടുത്ത ചൂടും കാരണം ഈ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ വൻമരങ്ങൾ വളരാറില്ല. കൃഷ്ണമൃഗം, ചെന്നായ, കുതിര എന്നിവയാണ് പ്രധാനമായും കാണപ്പെടുന്ന മൃഗങ്ങൾ. പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ: കഠിനമായ ശൈത്യവും മിതമായ ചൂടും വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയുമാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയുടെ പ്രത്യേകത. സസ്യവളർച്ചയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ. ബലമുള്ള തടിയും വിസ്താരമേറിയ ഇലകളുമുള്ള ഇലപൊഴിയും മരങ്ങളാണ് ഇവിടങ്ങളിൽ കാണപ്പെടുന്നത്. ബീച്ച്, എൽം, ഓക്ക്, ബിർച്ച്, ആഷ് എന്നിവയാണ് ഇവയ്ക്ക് ഉദാഹരണം. അണ്ണാൻ, കുറുക്കൻ, മുയൽ, മാൻ, ചെന്നായ തുടങ്ങിയവയും ഇവിടെ കാണപ്പെടുന്നു. മെഡിറ്ററേനിയൻ കാലാവസ്ഥ: മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ചൂടുകൂടിയ വരണ്ട വേനൽക്കാലവും തണുത്ത മഴയോടുകൂടിയ ശൈത്യകാലവുമാണ്
മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ സവിശേഷത. മരങ്ങളും കുറ്റിച്ചെടികളും നന്നായി വളരുന്ന കാലാവസ്ഥയാണ് ഇത്. റോസ്മേരി, ലാവൻഡർ, ഒലീവ്, പൈൻ, ഓറഞ്ച്, മുന്തിരി, അത്തി എന്നിവയാണ് പ്രധാന സസ്യങ്ങൾ. ഐബീരിയൻ കാട്ടുപൂച്ച, ബാർബറി മക്കാക്ക്, മൗഫ്ലോൺ ആട്, സ്പാനിഷ് ഇംപീരി പരുന്ത്, ഗൗളിക്കിളി എന്നീ അപൂർവ ജന്തുവർഗ്ഗങ്ങൾ മെഡിറ്ററേനിയൻ പ്രദേശത്ത് കാണപ്പെടുന്നു. വിറ്റികൾച്ചർ. ശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന മുന്തിരി കൃഷിയെയാണ് വിറ്റികൾച്ചർ എന്ന് പറയുന്നത്. വലുപ്പത്തിൽ 6ാം സ്ഥാനത്താണ് യൂറോപ്പ് ഉള്ളത്. എന്നാൽ ജനസംഖ്യയിൽ യൂറോപ്പിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. റഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യം. യുണൈറ്റഡ് കിങ്ഡം. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നീ രാജ്യങ്ങളെ ചേർത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നും ഗ്രേറ്റ് ബ്രിട്ടന്റെ കൂടെ വടക്കൻ അയർലൻഡ് കൂടിച്ചേരുമ്പോൾ അവയെ യുണൈറ്റഡ് കിങ്ഡം എന്നും വിളിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ. 1957 ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ് എന്നീ 6 രാജ്യങ്ങൾ ചേർന്ന് ആരംഭിച്ച കൂട്ടായ്മയാണ് 1993 യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിന് വഴി തെളിച്ചത്. രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക ഐക്യവും ആഭ്യന്തര കമ്പോളവും ലക്ഷ്യമിട്ട് ആരംഭിച്ച കൂട്ടായ്മ പിന്നീട് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സമാധാനം, അനുരഞ്ജനം, ജനാധിപത്യം, മനുഷ്യാവകാശം എന്നീ മേഖലകളിലെ സംഭാവനയ്ക്ക് യൂറോപ്യൻ യൂണിയന് 2012 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ്. കൃഷിയും വ്യവസായവും. കൃഷിയിൽ പ്രാദേശിക വൈവിധ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്ഥല ലഭ്യതയ്ക്കും ജനസാന്ദ്രതയ്ക്കും അനുസരിച്ച് തീവ്ര കൃഷി, വ്യാപക കൃഷി, മിശ്ര കൃഷി എന്നീ കൃഷി രീതികളാണ് യൂറോപ്പിൽ പ്രധാനമായും കണ്ടുവരുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. തീവ്ര കൃഷി, ഇന്റൻസീവ് ഫാമിംഗ്. ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വർദ്ധിച്ച ഉൽപാദനം നടത്തുന്ന കൃഷിരീതി. വ്യാപക കൃഷി. അതിവിശാലമായ ഭൂപ്രദേശങ്ങളിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തുന്ന യന്ത്രവൽകൃത ധാന്യ കൃഷിരീതി. മിശ്ര കൃഷി, മിക്സഡ് ഫാമിംഗ്. കൃഷിയോടൊപ്പം മൃഗപരിപാലനവും നടത്തുന്ന രീതി. തീവ്ര കൃഷിയുടെ മറ്റു പ്രത്യേകതകൾ നോക്കാം. മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ഒലീവ്, മുന്തിരി എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വ്യാപക കൃഷിയുടെ മറ്റു പ്രത്യേകതകൾ നോക്കാം. വടക്കൻ യൂറോപ്പിലെ സ്റ്റെപ്പീസ് പുൽമേടുകളിലാണ് ഇത്തരം കൃഷി നടക്കുന്നത്. ഗോതമ്പാണ് പ്രധാന വിള. ബാർലി, ചോളം, ഓട്സ് തുടങ്ങിയ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നു. മിശ്ര കൃഷിയുടെ പ്രത്യേകതകൾ നോക്കാം. മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് ഇത്തരം കൃഷിരീതി പ്രധാനമായും കാണപ്പെടുന്നത്. ധാന്യങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ ഉൽപാദനത്തോടൊപ്പം കന്നുകാലികളെയും പരിപാലിക്കുന്നു. യൂറോപ്പിൽ കൃഷിയോളം തന്നെ പ്രാധാന്യമുള്ള ഒരു പ്രാഥമിക സാമ്പത്തിക പ്രവർത്തനമാണ് മത്സ്യബന്ധനം. വടക്കൻ കടൽ, ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന നോർവേ, ഡെൻമാർക്ക്, പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ ഒരു പ്രധാന തൊഴിലാണ് മത്സ്യബന്ധനം. കോഡ്, മത്തി, സാൽമൺ, ഹാലിബട്ട്, കടൽ ട്രൗട്ട് തുടങ്ങിയ മത്സ്യങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്നു. ഗ്രേറ്റ് ഫിഷർ ബാങ്ക്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മത്സ്യലഭ്യതയുള്ള പ്രദേശങ്ങൾ ഡെൻമാർക്ക്, നോർവേ തീരത്തുള്ള ഗ്രേറ്റ് ഫിഷർ ബാങ്കും ഡോഗർ ബാങ്കുമാണ്. ഇവയ്ക്ക് പുറമെ മെഡിറ്ററേനിയൻ കടലും കരിങ്കടലും ഉൾനാടൻ കായലുകളും മത്സ്യബന്ധന വ്യവസായം അഭിവൃദ്ധിപ്പെടുത്തുന്നു. വ്യാവസായിക വിപ്ലവം യൂറോപ്പിനെ വികസനത്തിലേക്ക് നയിച്ചു. യൂറോപ്പിലെ ഇരുമ്പുരുക്ക് വ്യവസായം, തുണി വ്യവസായം, നിർമ്മാണ മേഖല എന്നിവ എല്ലാം ലോകശ്രദ്ധ നേടിയവയാണ്. ആഘോഷങ്ങളും സാംസ്കാരിക നഗരങ്ങളും. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആഘോഷങ്ങളുടെയും കേന്ദ്രമാണ് യൂറോപ്പ്. യൂറോപ്പിലെ വൈവിധ്യമാർന്ന ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം, ജർമ്മനിയിലെ ഒക്ടോബർ ഫെസ്റ്റ്, സ്പെയിനിലെ ലാ ടൊമാറ്റിന കാളപ്പോര്, നെതർലാൻഡ്സിലെ കിങ്സ് ഡേ കാർണിവൽ, വെനീസ് കാർണിവൽ എന്നിവ എടുത്തുപറയത്തക്ക ആഘോഷങ്ങളാണ്. ഈഫൽ ഗോപുരം, പിസയിലെ ചരിഞ്ഞ ഗോപുരം, ലണ്ടൻ ബ്രിഡ്ജ് തുടങ്ങിയ നിർമ്മിതികളും കലയും സംസ്കാരവും വിളിച്ചോതുന്ന നഗരങ്ങളും യൂറോപ്പിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. പ്രധാനപ്പെട്ട നഗരങ്ങൾ. പാരീസ്. യൂറോപ്പിൽ പ്രതിവർഷം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന നഗരമാണ് പാരീസ്. സൈൻ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഈഫൽ ഗോപുരം, ലൂവ്രെ മ്യൂസിയം തുടങ്ങിയവ സഞ്ചാരികളെ ഈ നഗരത്തിലേക്ക് ആകർഷിക്കുന്നു. ലണ്ടൻ. തേംസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ലണ്ടൻ ഇംഗ്ലണ്ടിന്റെയും യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. ബെർലിൻ. ജർമ്മനിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബെർലിൻ. സ്പ്രീ നദീതീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. മോസ്കോ. റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ. മോസ്കോവ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരമാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം. റോം. ഇറ്റലിയുടെ തലസ്ഥാന നഗരമായ റോം ടൈബർ നദീതീരത്താണ്. 1000 തടാകങ്ങളുടെ നാട്. ഫിൻലാൻഡിനെയാണ് 1000 തടാകങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത്. സന്തോഷത്തിന്റെ നാട്. പരിമിതികൾ പലതുണ്ടായിട്ടും 2024 ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഫിൻലാൻഡ് ഒന്നാമതാണ്. സ്കാൻഡിനേവിയൻ ഭൂപ്രകൃതിയും ആർട്ടിക് കാലാവസ്ഥയും അനുഭവിക്കുന്ന രാജ്യങ്ങളായ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ് എന്നീ രാജ്യങ്ങളെല്ലാം
ഫിൻലാൻഡിന്റെ പിന്നിലായി ലോക സന്തോഷ സൂചികയിൽ ആദ്യ 10 സ്ഥാനങ്ങളിലായി തന്നെയുണ്ട്. കൂടാതെ ലോകരാഷ്ട്രങ്ങളുടെ വികസനത്തെ വിലയിരുത്തുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാക്കുന്ന മാനവ വികസന സൂചികയിലും ഈ രാജ്യങ്ങൾ വളരെ മുന്നിലാണ്.